ഹായ് ഗൈസ്, കന്നാസും കടലാസും രാവിലെ തന്നെ അടുക്കള പണിയിലാണ്. അത് കണ്ട് ഞാനും ഒരു കമ്പനിക്ക് അങ്ങ് കൂടി. എല്ലാ ദിവസവും തുടർച്ചയായി അരങ്ങേറുന്ന ഒരു കലാപരിപാടിയാണ് നിങ്ങളിപ്പോ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ഗൈസ്, എന്റെ ഫുഡ് ടൈം. വീട്ടിൽ നിന്ന് പറമ്പിലേക്ക്, ഒടുവില്ലാതെ അവിടെ നിന്ന് പൈപ്പിൻ ചൂട്ടിലെ പ്രണയം വരെ ആകുന്നു. 1.5 മണിക്കൂറത്തെ കലാപരിപാടിയാണ് ഇത്. അവരായി അവരുടെ പാടായി. ഞാൻ എന്റെ പ്രണയഭാചനം കുട്ടിച്ചൂരയുമായി പുറത്തേക്ക് ഇറങ്ങി. ചൂര കുട്ടിയോ മുതുക്കനോ വല്ലാത്തൊരു പ്രണയമാണ് ഇവറ്റകളോട്. അതുങ്ങളോട് സുറ പറഞ്ഞ് വൃത്തിയാക്കി ഞാൻ ജോലിയിലേക്ക് കയറി. ജോലിയിലിരിക്കുമ്പോൾ വിഴിക്കിനെ അടുപ്പിലാക്കി അമ്മയുടെ അലപ്പ് കേട്ടു. ഇരുത്തി ചിന്തിച്ചപ്പോൾ മനസ്സിലായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിനുള്ള ചീത്തവിളിയാണെന്ന്. ചടപടേന്ന് ഇഡലിയും സാമ്പാറും അകത്താക്കി. പൊന്നൻ പുളിശ്ശേരി റെഡിയായതോടെ മീൻ ചട്ടി വിറകടുപ്പിൽ കയറി. കുട്ടിച്ചൂരകളെ കറിയാക്കുന്നതിൽ ഉന്മാദം കണ്ടു അമ്മ. ചൂര വാങ്ങുമ്പോൾ പൊരിച്ചില്ല എങ്കിൽ ഈ വീട്ടിലൊരു സമാധാനവും തരില്ല ദീപുമോൻ. എല്ലാം റെഡിയായി, എല്ലാരും കഴിച്ചു കഴിഞ്ഞു. അടുത്ത ചീത്തവിളിയും വന്നു. രംഗം വഷളാക്കാതെ ഓടിപ്പോയി ഞാനും പ്ലേറ്റ് എടുത്തു. ചോറ്, വിഴുക്ക്, മീൻകറിയും മീൻ പൊരിച്ചത്, പൊന്നൻ പുളിശ്ശേരി. എത്രയൊക്കെ തിരക്കാണെന്ന് പറഞ്ഞാലും ഇഷ്ടമുള്ള ആഹാരങ്ങൾ കുഴച്ചു മിഴുങ്ങുമ്പോൾ നമ്മൾ നിർവൃതി അടയും. അങ്ങനെ തീറ്റ കഴിഞ്ഞ് ജോലി തുറന്നു. ബ്രേക്ക് ടൈമിൽ ചായ കുടിക്കാന്നുള്ള തീരുമാനത്തിലും എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, സ്റ്റീവി ഇട്ട് ഒരു നെസ്കഫെ അങ്ങ് കാച്ചി. ഉരുക്കി വെണ്ണീറാകും പോലുള്ള ഈ ചൂടത്ത് തിളച്ചു മറിയുന്ന കാപ്പി ഇട്ട് കുടിക്കണം ഗൈസ്. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ആത്മാവ് ഇഹലോഹം വെടിയും. അപ്പൊ ബൈ ബൈ.